ഹേ ഗായ്സ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ദം ബിരിയാണിയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 6 സവാള, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5 പച്ചമുളക് അരിഞ്ഞത്. ഇനി നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ സ്പൈസസും പട്ടയിലയും എടുത്തിട്ടുണ്ട്. കാഷ്നട്ട്, മുന്തിരി, തക്കാളി, 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. നാടൻ നെയ്യാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ഓയിലും നെയ്യും ഒക്കെ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായി വഴറ്റണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന സമയം വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന സമയം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പട്ടയില കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റണം. അത് വെന്തുടയുന്ന സമയം വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു 1/2 hour സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണിത്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്, മഷ്റൂമിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് കുറച്ചളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 5 to 10 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാവുള്ളൂ. ആ ടൈം കൊണ്ട് നമുക്ക് കാഷ്നട്ട്, മുന്തിരി, സവാള ഇതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സവാളയാണ് ആദ്യം കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ചളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും നല്ലപോലെ മുരിഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ കാഷ്നട്ട്, മുന്തിരിയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മസാല എന്തായി പരുവം എന്നുള്ളത് നോക്കാം. അതാ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ. മഷ്റൂമിൽ നിന്നും കൂടിയുള്ള വെള്ളം ഇറങ്ങിയപ്പോൾ ഓവറായി ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം വറ്റുന്ന അളവിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇതൊന്നുകൂടി ഡ്രൈ ആവണം, മസാല മാത്രമായിട്ട് വരണം. ആ ടൈമിന് നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റോസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകണം, നല്ല വൃത്തിക്ക് കഴുകണം. പുറത്തുനിന്ന് മേടിക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കഴുകണം. ഇനി നമുക്ക് റൈസിൻ്റെ കുക്കിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ ബിരിയാണി ഏതിലാണോ നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2 പട്ടയില കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഒന്ന് ചതച്ച് പൊടിച്ചതിന് ശേഷം, മിക്സിയിലിട്ട് അടിച്ചല്ല, ചതച്ച് പൊടിച്ചതിന് ശേഷം അതിലേക്കിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്.
നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി നല്ല തിളയ്ക്കുന്ന പരുവം എത്തുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റൈസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. റൈസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കാതെ നോക്കണം. ഇതിപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വറ്റണം. ഇനി നമുക്ക് ദമ്മിനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഓവർ ഹീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ റൈസും ഒന്ന് അമർത്തി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് വരാൻ പാടില്ല. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വാഴയില വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. വാഴയില വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ഈർപ്പ വെള്ളം റൈസിലേക്ക് വീഴാണ്ടിരിക്കാനാണ്. ഇനി നമുക്കിത് മൂടി വയ്ക്കണം. കറക്റ്റ് സൈസിനുള്ള ടൈറ്റായിട്ടുള്ളൊരു മൂടി തന്നെ എടുക്കണം. എയർ പുറത്ത് പോകാൻ പാടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴയിലയുടെ മേലുള്ള ഈർപ്പ വെള്ളം റൈസിലേക്ക് വീഴാത്ത രീതിയിൽ തന്നെ എടുത്ത് മാറ്റണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, മുന്തിരി, കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്തേക്കണേ. താങ്ക്